ആദിത്യ താക്കറെ ഇപ്പോൾ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ ഫേസ്ബുക്ക് ലൈവ്, മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ഫേസ്ബുക്ക് ലൈവ് വൈകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏകനാഥ് ഷിൻഡെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ബാൽ താക്കറെയുടെ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകും, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഒപ്പം സഖ്യ സർക്കാരിലെ ചില മന്ത്രിമാരെ, നവാബ് മാലിക് ഉൾപ്പെടെയുള്ള, അനിൽ ദേശ്മുഖ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉടൻ ആദിത്യ താക്കറെയുടെ ഈ നീക്കങ്ങൾ, അവസാനവട്ട നീക്കങ്ങൾ ഫലം കാണുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജിഷ്ണു കൃഷ്ണനിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ആദിത്യയെ കളത്തിലിറക്കിയിരിക്കുന്നു. എത്രത്തോളം ഇത് വിജയിക്കാൻ സാധ്യതയുണ്ട്? എന്താണ് വിമത ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ? വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളോട് സംവദിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ശിവസേന പാർട്ടി കേന്ദ്രങ്ങളും തന്നെയായിരുന്നു അറിയിച്ചത്. എന്നാൽ അവസാന നിമിഷത്തിലേക്ക് ആ ഫേസ്ബുക്ക് ലൈവ് ഒഴിവാക്കുന്നു. പകരം വിമത MLA-മാരുമായുള്ള അനുനയ നീക്കത്തിന് മകനും നിലവിൽ മഹാരാഷ്ട്ര മന്ത്രിയുമായിട്ടുള്ള ആദിത്യ താക്കറെയെ ഉദ്ധവ് താക്കറെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതായത് ഒരു അവസാന ഘട്ട നീക്കം, ഇടഞ്ഞു നിൽക്കുന്ന MLA-മാരെ അനുനയിപ്പിച്ചുകൊണ്ട് തിരികെ എത്തിക്കുന്നതിന് ഉദ്ധവ് താക്കറെ ശ്രമിക്കുന്നു, ശിവസേന ശ്രമിക്കുന്നു. അതിന് ആദിത്യ താക്കറെക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ ഏകനാഥ് ഷിൻഡെ ഉൾപ്പെടെ ഇടഞ്ഞു നിൽക്കുന്ന MLA-മാർക്ക് കൂടുതൽ അധികാര കേന്ദ്രങ്ങൾ നൽകിക്കൊണ്ട് തിരിച്ചെത്തിക്കാനുള്ള വലിയ അനുനയ നീക്കങ്ങൾ, ചർച്ചകൾ, ആശയവിനിമയം ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും നടത്തിയിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുമുള്ള അനുനയ നീക്കങ്ങൾക്കും വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഈ നിലവിലുള്ള സഖ്യം അവസാനിപ്പിച്ചുകൊണ്ട്, കോൺഗ്രസും NCP-യുമായുള്ള സഖ്യം അവസാനിപ്പിച്ചുകൊണ്ട് ശിവസേനയുടെ ഹിന്ദുത്വ ആശയം, അതായത് ബാൽ താക്കറെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഹിന്ദുത്വ ആശയത്തിൽ മുൻനിർത്തി സേന മുൻപോട്ട് പോകണം, അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കാമെന്നൊരു പ്രതികരണമായിരുന്നു, ഡിമാൻഡായിരുന്നു ഏകനാഥിന്റെ മുൻപോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ മുൻപോട്ട് പോവുകയും അതോടൊപ്പം സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഉദ്ധവ് താക്കറെ രാജിവെക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് പോലും എത്തിയിരുന്നു. ഇന്ന് 1 മണിക്ക് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ, അല്ലെങ്കിൽ അല്പസമയങ്ങൾക്ക് 5 മണിക്ക് വളരെ 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 വലിയ തിരിച്ചടി, പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ സേന MP-മാരും ഇപ്പോൾ നിലപാടുമായി രംഗത്ത് വരികയാണ്. ഒരു ആക്ഷനും വിമതർക്കെതിരെ ഉണ്ടാവരുത് എന്ന രീതിയിൽ ചില MP-മാർ മുഖ്യമന്ത്രിക്കെതിരെ കത്ത് നൽകുന്നു. അതായത് വിമതർക്ക് മാനസികമായി MP-മാരുടെ ഭാഗത്തു നിന്ന് പിന്തുണ ലഭിക്കുന്നു. ഒരു പക്ഷേ ശിവസേന എന്ന പാർട്ടി തന്നെ പിളർന്നേക്കാവുന്ന ഒരു സാഹചര്യം. തീർച്ചയായും പാർട്ടി ഒരു പിളർപ്പിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ശ്യാം സൂചിപ്പിച്ചതുപോലെ ശിവസേനയിലെ മുതിർന്ന നേതാക്കൾ, MLA-മാർ എല്ലാം തന്നെ ഒരു പരിധിവരെ വിമത MLA-മാർ ഏകനാഥ് ഷിൻഡെക്കൊപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ ഷിൻഡെ ക്യാമ്പിൽ നിന്ന് നൽകിയ അനുസരിച്ച് 3 മന്ത്രിമാരുൾപ്പെടെ 34 ശിവസേന MLA-മാർ ഇപ്പോൾ തന്നെ ഷിൻഡെക്കൊപ്പമുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളതാണ് ഷിൻഡെ വ്യക്തമാക്കിയത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം ശ്യാം പരിശോധിക്കുമ്പോൾ 19-ലെ തെരഞ്ഞെടുപ്പിൽ BJP-യും ശിവസേനയും അടങ്ങുന്ന കൂട്ടുകെട്ടിനായിരുന്നു ജനങ്ങൾ പിന്തുണ നൽകിയതെങ്കിൽ പിന്നീട് അധികാരം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ആശയം പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിനും NCP-യും ഒപ്പം ചേർന്നത്. അന്നു മുതൽ തുടങ്ങിയ ശിവസേനയ്ക്കുള്ളിലെ അതൃപ്തി, പ്രധാനപ്പെട്ട നേതാക്കളുടെ അതൃപ്തി, ആശയം പണയം വെച്ചതിലെ പ്രതിഷേധം, ഉദ്ധവ് താക്കറെയുടെ ഏകപക്ഷീയമായ നിലപാട്, അതെല്ലാം വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പൊട്ടിത്തെറിക്കുകയും സർക്കാരിനെതിരെ പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് മാറി നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് MP-മാർ ഉൾപ്പെടെ വീണ്ടും ആ ഫോക്കസ് പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പൊ ശിവസേന MP അയച്ച കത്തിലും പറയുന്നത് ഹിന്ദുത്വ ആശയത്തിൽ തന്നെ ചിന്തയുണ്ടാകണം എന്ന് പറയുന്നു. അതായത് സഖ്യ സർക്കാരിനൊപ്പം പോയിട്ട് എന്തിനാണോ ശിവസേന, എന്താണ് ബാൽ താക്കറെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് വെറും അധികാരത്തിന് വേണ്ടി മാത്രം ഈ ഒരു കൂട്ടുകെട്ടിൽ കൊണ്ടെത്തിച്ച് ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ശിവസേനയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, അണികളിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ശിവസേന പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി നിലവിലെ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് സാധാരണ പാർട്ടിക്കുള്ളിൽ വിമതസ്വരം ഉയർത്തുകയാണെങ്കിൽ ഈ വിമതസ്വരം ഉയർത്തിയ വിമതരായിട്ടുള്ള നേതാക്കൾക്കെതിരെയാണ് പാർട്ടി പ്രവർത്തകർ പലപ്പോഴും ശബ്ദം ഉയർത്താറ്. എന്നാൽ ഇപ്പോൾ മുംബൈയിൽ കാണുന്നത് പല ഘട്ടങ്ങളിലും പല മേഖലകളിലും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ്, അതായത് നിലവിലെ നേതൃത്വത്തിനെതിരെയാണ് പോസ്റ്ററുകൾ പതിക്കുന്നത്. ചില പോസ്റ്ററുകളിലെ വാക്യങ്ങൾ തന്നെ ജിഷ്ണു
ഒരു നിമിഷം. ഉദ്ധവ് താക്കറെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. जी कोविड टेस्ट केली ती कोविड टेस्ट पॉझिटिव्ह आलेली आहे. त्याच्यामुळे हा काही इतर कशाचाही दुष्परिणाम नाही, तर तो कोविडचा जो काही एक दुष्परिणाम असतो तो आहे. असो, बऱ्याच महिन्यानंतर मी आपल्या समोर आल्यानंतर नेमकं बोलणार काय आहे, बोलण्यासारख्या गोष्टी बऱ्याच आहेत. थोड्याफार मी आता बोलणारच आहे. हेही आपल्याला माहिती आहे की कोविडचा विषय निघाल्यानंतर कोविड काळामध्ये जी काही आपण लढाई कोविड बरोबर लढलो, प्रसंग बाका होता. मला तर प्रशासनाचा कसलाही अनुभव नव्हता आणि तशा त्या कठीण काळात म्हणजे कोणीही तोंड देऊ शकलेलं नव्हतं किंवा ज्यांच्या अनुभवाला हा कोविड आला नव्हता, अशा प्रशासन माहिती नसलेल्या माणसाच्या वाटेला पहिल्या 2-3 महिन्यातच कोविड आला. मला जे काही करायचं ते मी प्रामाणिकपणाने त्याही वेळेला केलं. कोविड पासून सावध कसं राहायचं, काय काय करायचं हे मी तुम्हाला का सांगतोय, कारण त्या दरम्यानच्या काळात जे काही सर्वे होत होते त्या सर्वेमध्ये देशातील सर्वोत्तम 5 टॉप मुख्यमंत्र्यांमध्ये तुमच्या सगळ्यांच्या मेहनतीमुळे आणि तुम्ही दिलेल्या सहकार्यामुळे महाराष्ट्राच्या मुख्यमंत्र्यांना तो एक त्याच्यामध्ये ती गणना केली गेली. साहजिकच आहे, आत्ताचा विषय कोविड हा जरी असला तरी तो विषय मी घेऊन तुमच्या समोर आलेला नाहीये. मी आलेलो आहे काही वेगळे मुद्दे घेऊन. जे काही मुद्दे गेल्या काही दिवसांपासून प्रसार माध्यमातून आपल्या समोर येत आहेत, मग ते शिवसेना आहे, ही शिवसेना बाळासाहेबांची आहे का, शिवसेनेने हिंदुत्व सोडलं आहे का, मग ही शिवसेना नेमकं कोण चालवतोय, मुख्यमंत्री भेटत का नाहीत, मुख्यमंत्री भेटत नव्हते, मुख्यमंत्री म्हणजे मी, हे गेल्या काही दिवसांपूर्वी सत्य होतं. ह्याचं कारण जी माझी शस्त्रक्रिया झाली होती तो अनुभव काय होता, त्या अनुभवाचं एक वर्णन नाही मी करत बसणार, पण त्याच्यानंतरचे 2-3 महिने हे फार विचित्र होते. मी कोणालाही भेटणं शक्य नव्हतं, म्हणजे भेटू शकत नव्हतो. म्हणून तो जो काळ होता तो मुख्यमंत्री कोणाला भेटत नाही हा मुद्दा बरोबर आहे. पण त्याच्यानंतर मी आता भेटायला सुरुवात केलेली आहे. जी काही कामं, बरं असंही नाही की मी भेटत नव्हतो म्हणजे कामं काही होत नव्हती. मी माझी पहिली कॅबिनेट मीटिंग ही हॉस्पिटलमध्ये बाजूच्या खोलीतनं अशीच ऑनलाईन केली होती आणि त्याच्यानंतर काम हे अव्यवहातपणे सुरू आहे. शिवसेना म्हणाल तर शिवसेना आणि हिंदुत्व हे दोन घट्ट एकमेकांमध्ये गुंफलेले जोडलेले हे शब्द आहेत. शिवसेना कदापि हिंदुत्वापासून आणि हिंदुत्व कदापि शिवसेनेपासून दूर होऊ शकत नाही. कारण शिवसेना प्रमुखांनी जो एक कानमंत्र दिलेला आहे की हिंदुत्व हा आमचा श्वास आहे. म्हणूनच गेल्या एक 8-15 दिवसापूर्वी आदित्य, एकनाथ शिंदे, त्यांच्याबरोबर आपले काही आमदार, खासदार, मंत्री हे अयोध्येला जाऊन आले. हिंदुत्वासाठी काय काय केले, कोणी कोणी काय काय केले हेही बोलण्याची आता वेळ नाहीये. पण हिंदुत्वाबद्दल मी विधानसभेत, विधिमंडळात बोलणारा कदाचित पहिला मुख्यमंत्री असेल. मग नेमकं झालंय काय, ही शिवसेना कोणाची आहे? काही जण असं आरोप करतायत की किंवा असं भासवण्याचा प्रयत्न करतायत की आता काय बाळासाहेबांची शिवसेना राहिली नाही. ठीक आहे ना, बाळासाहेबांची शिवसेना आणि आत्ताच्या शिवसेनेत फरक काय नेमका? असं काय मी नेमकं केलेलं आहे की शिवसेना ही बाळासाहेबांच्या विचारापासून दूर जात चाललेली आहे? त्यावेळेला जे विचार होते तेच आपण पुढे नेत आहोत. बरं, त्याच्यानंतर म्हणजे आपल्यातून बाळासाहेब 2012 साली गेले. 2014 साली आपण एकाकी लढलो होतो. तेव्हाही आपण हिंदूच होतो, आत्ताही हिंदूच आहोत, उद्याही हिंदूच राहणार आहोत. मुद्दा, विचार हा तोच राहणार आहे, तोच असणार आहे. पण 2014 സാലി ഉദ്ധവ് താക്കറെ പറയുന്നു ഹിന്ദുത്വ സേന ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശിവസേനയുടെ ആപ്തവാക്യം അത് തന്നെയാണ്, ഹിന്ദുത്വത്തിൽ തന്നെ ഉറച്ചു നിന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. त्याच्यानंतरची आतापर्यंतची वाटचाल म्हणजे मग मी आता गेली 2.5 वर्ष मी स्वतः मुख्यमंत्री आहे. माझ्यासोबत पहिल्या आणि आत्ताच्या मंत्रिमंडळातले जे काही सहकारी आहेत ते सुद्धा त्याच बाळासाहेबांच्या शिवसेनेतले सहकारी आहेत. म्हणजेच काय की पहिल्या प्रथम शिवसेना हिंदुत्व, शिवसेना कोणाची, शिवसेनेने हिंदुत्व सोडले का, शिवसेना बाळासाहेबांची राहिली नाही का, मग आम्हाला ती बाळासाहेबांची शिवसेना पाहिजे. मग मधल्या താക്കറെ അദ്ദേഹത്തിന്റെ
പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ മഹത്വം അത് തന്നെയാണ് ശിവസേന എന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത് പുതിയ ശിവസേനയാണ്, ഈ പാർട്ടി പുതിയ പാർട്ടിയാണ്. പക്ഷേ അടിസ്ഥാനം ഹിന്ദുത്വം തന്നെയാണ്. ഹിന്ദുത്വവും ശിവസേനയും ഒന്ന് തന്നെയാണ്. काही आमदार गायब, अमुक गायब, तमुक गायब, गेले कुठे? पहिले सुरतला गेले, त्याच्यानंतर आता म्हणतात गुवाहाटीला गेले. आता त्यातल्या काही आमदारांचे आपल्याला फोन येत आहेत, आम्हाला इकडे आणलं गेले, आम्हाला परत यायचंय. आपल्यामध्ये इथे असलेल्या आमदारांना काही फोन येत आहेत. मला त्याच्यामध्ये जायचंच नाहीये. हे जे माझं मनोगत आहे ती मी अवघ्या 5 मिनिटात संपवणार आहे. आणि ते एवढ्यासाठी की काल परवा जी आपली एक निवडणूक झाली विधान परिषदेची, त्या विधान परिषदेच्या निवडणुकीच्या आदल्या दिवशी हॉटेलमध्ये सगळे आपले आमदार होते. मी तिकडे गेलो आणि म्हटलं काय परिस्थिती, ही कोणती लोकशाही? ज्यांना आपण आपलं मानतो, शिवसैनिक मरवर मारतात, राबतात, निवडून देतात. जनता सुद्धा शिवसेनेच्या विचारावरती विश्वास ठेवून त्यांना निवडून देते. आणि आपली माणसं ह्यांना सुद्धा आपल्याला एकत्र ठेवावं लागतात का? अरे हा कुठे गेला बघा, तो कुठे गेला बघा. मग मध्येच कोणतरी गायब होतो. कुठे गेला होता? नाही मी जरा बाथरूमला गेलो होतो. म्हणजे बाथरूमला गेला तरी संशय. म्हणजे बाथरूमला म्हणजे असं म्हणतात की शंका ठीक आहे, पण लघुशंकेला गेला तरी शंका. ही कुठली लोकशाही? ही अशी लोकशाही काय मला आवडणारी आणि पटणार नाही. आणि मला वाटतं बाळासाहेबांनाही पटत नव्हतं आणि आपल्यालाही पटणार नाहीये. मला एक मुद्दा काय सांगायचा आहे की मला कशाचाही अनुभव नसताना जे काय घडलं, मी इच्छेपेक्षा जिद्दीने करणारा माणूस आहे. इच्छा असो वा नसो, पण एकदा जबाबदारी अंगावर आली तर ती जबाबदारी मी पूर्ण जिद्दीने पार पाडण्याचा प्रयत्न करतो. आणि त्याच जिद्दीने मी शिवसेना प्रमुखांना दिलेलं वचन पूर्ण करणारच हा निश्चय मनाशी बाळगून रणांगणात उतरलो. त्यावेळेला मी आपल्या समोर आलो होतो, आज सुद्धा समोर आलेलो आहे. कोणताही अनुभव नव्हता. आपल्याला तेव्हा नाईलाज झाला, वेगळा मार्ग पत्करावा लागला. काँग्रेस आणि राष्ट्रवादी हे गेले 25-30 वर्ष आपण त्यांच्या विरोधात, ते आपल्या विरोधामध्ये हे लढत आलेलो आहोत. मग त्याच्यानंतर हे जे काय घडलं हे सर्वांना माहिती आहे की काँग्रेस आणि राष्ट्रवादीने, विशेषतः पवार साहेबांनी, ती बैठक आमची तिन्ही पक्षाची झाली. त्या बैठकीमध्ये सगळं ठरलं. आणि ते ठरल्यानंतर मला त्यांनी सांगितलं की उद्धव जरा 1 मिनिट बोलायचंय. म्हटलं काय बोलायचं? आता ठरलंय सगळं. नाही 1 मिनिट. आणि बाजूला खोलीत गेल्यानंतर त्यांनी सांगितलं की उद्धव हे सगळं ठीक आहे, पण जबाबदारी तुम्हाला घ्यावी लागेल. म्हटलं का? तर तसं नाही म्हणे, आमच्याकडे पण ज्येष्ठ लोक आहेत, काँग्रेसकडे पण ज्येष्ठ लोक आहेत, आणि शिवसेनेकडनं जर तुम्ही नसाल तर ते पुढे चालणं हे कठीण आहे. मी म्हटलं पवार साहेब काय मस्करी करता का? मी आतापर्यंत महापालिकेत सुद्धा महापौर जिंकल्यानंतर अभिनंदन करायला जातो. म्हणजे साधा महापालिकेत न गेलेला माणूस मुख्यमंत्री कसा होणार? ते नाही नाही तुम्हाला हे करावं लागेल. ठीक आहे, जिद्द केली. मग पवार साहेबांनी, सोनिया गांधींनी विश्वास टाकला माझ्यावरती. सोनियाजी सुद्धा मध्ये कधीतरी आपुलकीने फोन करत असतात, विचारत असतात. एक गोष्ट लक्षात घ्या की कोणताही अनुभव नसलेला माणूस इकडे बसवणं, त्याच्या മാകെ നുസ്ത മുഖ്യമന്ത്രി ആയത് അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. എന്നാൽ വിമതരെ അദ്ദേഹം കൃത്യമായി വിമർശിക്കുന്നു. ഇത്രയും നാൾ എന്തായിരുന്നു ആശയത്തിലെ പ്രശ്നം, അന്നൊന്നും തോന്നാത്തത് എന്താണ് ഇന്ന് തോന്നുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടാകുന്നു. സാഹചര്യങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയത്. എന്നാൽ ഹിന്ദുത്വം അതൊരിക്കലും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതും സേനയും ഒന്ന് തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്. ശരത് പവാറാണ് തന്നോട് മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടത്. आज मी नेमकं काय बोलणार आहे? मला दुःख कशाचं झालेलं आहे, आश्चर्य कशाचं वाटलेलं आहे, धक्का कशाचा बसलेला आहे की काँग्रेस आणि राष्ट्रवादी म्हणाली की आम्हाला मुख्यमंत्रीपदी उद्धव ठाकरे नकोत. तो त्यांचा विचार आहे. दोन्ही पक्ष स्वतंत्र आहेत. ठीक आहे, सत्तेच्या तडजोडीसाठी आपण एकत्र आलो होतो असं जे काही इतर जण म्हणतायत, त्यांच्याप्रमाणे सत्तेच्या साठी आपण एकत्र आलो होतो. पण आज सुद्धा सकाळी कमलनाथजींनी मला फोन केला होता. कालच सकाळी शरद पवारजींनी फोन केला. मला म्हणाले उद्धव आम्ही तुमच्या सोबत आहोत. हा त्यांच्या भरोश्याचा विषय आहे. पण त्यांनी भरोसा माझ्यावरती ठेवल्यानंतर माझ्याच लोकांना जर मी मुख्यमंत्री पदी नको असेल तर काय करायचं, हा मोलाचा प्रश्न आहे. माझीच लोक म्हणत असतील की ते ठीक आहे, त्यांना हवे असतील पण आम्हाला तुम्ही नको. मग मला हेच म्हणायचं आहे की समजा माझ्या लोकांना, म्हणजे मी माझं म्हणतोय ते मला आता माझं आपलं मानतात की नाही मला माहिती नाही, कारण ते माझ्या समोर नाहीयेत. तर तुम्ही इथे येऊन बोलायला काय हरकत होती?
सुरतला जाऊन बोलण्यापेक्षा आणखीन कुठेतरी जाऊन बोलण्यापेक्षा सरळ समोर यायचं आणि सांगायचं की उद्धवजी तुम्ही कारभार करायला नालायक आहात, हे कोविडच्या काळातले टॉप 5 वगैरे सोडून द्या, आम्हाला तुम्ही मुख्यमंत्रीपदी नको. ठीक आहे, चला मी उठतो. आणि आज सुद्धा मी तुम्हाला सांगतो, जर त्याच्यापैकी एकाही आमदाराने समोर येऊन मला सांगितलं किंवा जर त्यांनी स्टेटमेंट दिलं की उद्धव ठाकरे मुख्यमंत्री पदावरती नकोत, तर मी आत्ता मुख्यमंत्री पदाचा राजीनामा द्यायला तयार आहे. आणि ह्याच्यावरती विश्वास नसेल तर आज आपली फेसबुक लाईव्ह झाल्यानंतर आज संध्याकाळपासून मी माझा मुक्काम वर्षावरनं मातोश्रीला हलवत आहे. मला कोणताही मोह नाही. मी ओढून ताणून खुर्चीला चिकटून बसणारा नाही. मी शिवसेना प्रमुखांचा पुत्र आहे. कोणताही मोह मला खेचू शकत नाही, अडवू शकत नाही, थांबवू शकत नाही. पण हे माझ्या समोर येऊन बोला. उगाच काहीतरी शिवसेनेशी आम्ही गद्दारी करणार नाही, पण ही शिवसेना आहे आमची शिवसेना, कशाला तुम्ही हे करताय? या सगळ्या करण्यावरनं नुकसान कोणाचं होतं आहे? एक जी गोष्ट आपण लहानपणापासून ऐकत आलेलो आहोत, कुऱ्हाडीचा दांडा गोतास काळ, तीच परिस्थिती ही आहे. ती काही जणांना ही म्हण माहिती आहे, पण त्या म्हणीमागची गोष्ट नाही माहिती आहे. ती गोष्ट अशी आहे की एकदा एका जंगलामध्ये एक लाकूड तोड्या झाड तोडत होता, म्हणजे त्याच्या कुऱ्हाडीचे घावच घालत होता. सगळे पक्षी त्याच्यावरती राहणारे हे कासावीस झाले की रे आपला आसरा असलेले हे झाड आता तुटणार, कोलमडून पडणार. पण त्याहीपेक्षा हे घाव घालत असताना या झाडाला वेदना മന്ത്രി किती होत असतील. ഏകനാഥ് ഷിൻഡെ തന്നോട് നേരിട്ട് സംസാരിക്കുകയായിരുന്നു വേണ്ടത്. ഇങ്ങനെയൊരു നാടകം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. എന്തിനായിരുന്നു ഇങ്ങനെയൊരു നീക്കങ്ങൾ നടത്തിയത്? പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു. तुझ्यावरती हे कुऱ्हाडीचे घाव पडतायत, झाडाने काय उत्तर द्यावं की मला वेदना होत आहेत, दुःख होतंय, पण ते घाव पडतायत म्हणून होत नाहीये. तर हा लाकूड तोड्या ज्या कुऱ्हाडीने घाव घालतोय, त्या कुऱ्हाडीचं लाकूड हे माझ्या फांदीचं लाकूड आहे, त्याच्या मला वेदना जास्त होत आहेत, त्याच्या वेदना जास्त होत आहेत. हेच आज चाललेलं आहे. कुऱ्हाडीचा दांडा हा आपला जे गोतास काळ म्हणजे आपली जी राजकारणातली जन्मदात्री आहे, शिवसेना आहे, तिच्यावरती तिचंच लाकूड वापरून ഷിൻഡെ ആവശ്യപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പോലും ത്യജിക്കാൻ താൻ തയ്യാറായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? എന്തിനാണ് MLA-മാരെയും കൊണ്ട് സൂറത്തിലേക്ക് ഷിൻഡെ പറന്നത്? गायब केलेलं आहे, त्यांनी यावं आणि माझ्या राजीनाम्याचं पत्र घेऊन राजभवनमध्ये जावं. मी का नाही जात? कारण मला कोविड झालंय. त्यातून राज्यपाल महोदय म्हणाले की उद्धवजी को खुद को आने दो, चलो मैं भी आने के लिए तैयार हूं. मी यायला तयार आहे. म्हणून मी पुन्हा एकदा सांगतोय की ही कुठेही आगतिकपणा नाही, हा कुठेही अगदी लाचारीचा प्रसंग नाही किंवा मजबुरी तर अजिबात नाहीये. कारण आजपर्यंत अशी अनेक आव्हानं बिनसत्तेची आपण पेललेत. हे काय मोठं आव्हान आहे? काय होईल जास्तीत जास्त? परत लढू. जोपर्यंत माझ्यासोबत शिवसेना प्रमुखांनी जोडून दिलेला सारा शिवसैनिक आहे, तोपर्यंत मी कोणत्याही संकटाला भीत नाही. मी आव्हानाला सामोरा जाणारा माणूस आहे. त्याच्यामुळे MLA-മാർ ആവശ്യപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ്. അന്നത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരത് പവാർ മുഖ്യമന്ത്രി ആവണം എന്നാവശ്യപ്പെട്ടപ്പോൾ ശരി എങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കാമായിരുന്നു, നേരിട്ട് സംസാരിക്കാമായിരുന്നു. പക്ഷേ അത് ഏകനാഥ് ഷിൻഡെ ചെയ്തില്ല. പക്ഷേ MLA-മാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. चला मला सांगा, मी हेही पद सोडायला तयार आहे. मी शिवसेना पक्षप्रमुख पद पण सोडायला तयार आहे. पण हे सांगणारा विरोधक എന്റെ രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. सांगण्यावर किंवा त्यांच्या त्या काय ते ट्रेंडिंग ट्रोलिंग ट्विटर ह्याच्यासाठी मी काय त्यांना मी बांधलेलं नाहीये. मी माझ्या शिवसैनिकाला बांधलेलं आहे. आणि शिवसैनिक सुद्धा या भानगडीत पडणार नाहीये. कारण तो फेस टू फेस ഇന്ന് ഞാൻ തോറ്റാലും പിന്നീട് സർക്കാർ രൂപീകരിക്കും. ഇപ്പോൾ രാജിക്കത്ത് തയ്യാറാണ്. രാജിക്കത്ത് ഗവർണർക്ക് നൽകാൻ ഞാൻ ഒരുക്കമാണ്, തയ്യാറാണ്. എൻ്റെ മുഖം മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണാൻ MLA-മാർക്ക് ആഗ്രഹമില്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പരാമർശം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. पण एकदा मला समोर येऊन सांगा, हे इकडून तिकडून नाही, आमचं तुमच्याबद्दल काहीच म्हणणं नाहीये. पण എൻ്റെ സ്വന്തം MLA-മാർ എന്നെ റിജക്റ്റ് ചെയ്തു, എന്നെ വേണ്ടെന്ന് പറയുന്നു. വളരെ അസാധാരണമായ ചില വാക്കുകളാണ് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. രാജിക്കത്ത് തയ്യാറാണ്. എൻ്റെ MLA-മാർക്ക് എന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് മുഖമായി കാണാൻ താല്പര്യമില്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് ഗവർണർക്ക് നൽകാൻ ഞാൻ റെഡിയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. सोडायला तयार आहे.
या क्षणाला मी मुख्यमंत्रीपद सोडायला तयार आहे. आणि म्हणून बांधवांनो आणि भगिनीनो एकच सांगेन, शेवटी ही पदं येत असतात, पदं जात असतात. आयुष्याची कमाई काय? पदं नसतात. पदावरती बसल्यानंतर जे तुम्ही काही काम करता त्याच्यानंतर जनतेची प्रतिक्रिया काय असते ही आयुष्याची कमाई असते. आणि या 2.5 वर्षामध्ये जे प्रेम तुम्ही मला दिलत, कुठे झाली हो आपली भेट? पण ह्याच माध्यमातून मी तुमच्याशी बोलत आलो. आणि अनेक जणांनी मला सांगितलं की उद्धवजी, तुम्ही बोलताना आमच्या कुटुंबातला एक माणूस आमच्याशी बोलतोय असं वाटतं. हे भाग्य मला नाही वाटत ह्याच्यापेक्षा आणखीन काय असू शकेल. ിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നൽകുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അദ്ദേഹം വിമത എംഎൽഎമാരോട് ചോദിക്കുന്നു. तुम्ही आमच्या कुटुंबातले वाटतात, हीच तर आयुष्याची कमाई आहे. आणि ही आयुष्याची कमाई माझ्यासाठी तरी भरपूर आहे. मुख्यमंत्रीपद हे तेव्हा अनपेक्षितपणाने आलं. ശിവസേന നേതൃസ്ഥാനത്ത് നിന്നും രാജിവെക്കാനും തയ്യാറാണ് എന്ന് ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്. नाटक नाही, अजिबात नाटक नाही. कारण नाहीतर म्हणतील की काय हे असं करायचंच होतं. नाही, मला काय म्हणायचंय की तुम्ही संख्या किती कोणाकडे आहे हा गौण आहे विषय माझ्याकडे. शेवटी ही जी काही लोकशाही आहे त्या लोकशाहीमध्ये संख्या ज्यांच्याकडे अधिक असते तो जिंकतो. मग ती तुम्ही संख्या कशी जमवता? प्रेमाने जमवता, जोर जबरदस्तीने का धमक्या दटवण्या देऊन जमवता? हे नगण्य असतं. സസ്പെൻസ് തുടരുകയാണ്. ഇപ്പോഴും ഉദ്ധവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രാജിവെക്കാൻ തയ്യാറാണ്. അത് ഗവർണറെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുന്നു. കോവിഡ് ആയതുകൊണ്ട് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്നു, ഞാൻ വലിയ അസ്വസ്ഥനാണെന്ന് പറയുന്നു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയാൻ, നേരിട്ട് പറയാൻ, മുഖത്ത് നോക്കി പറയാൻ വിമത എംഎൽഎമാരോടും ഏകനാഥ് ഷിൻഡെയുടെ പേരെടുത്തും ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്. ശിവസേന നേതൃസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കാനും തയ്യാറാണ് എന്നും പറയുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സസ്പെൻസ് തുടരുകയാണ്. काय सांगू, मी माझं मन घट्ट करून तयारीने बसलेलो आहे. मात्र बांधवांना आणि भगिनींना एकच सांगेन की जे प्रेम तुम्ही आजपर्यंत दिलं, उद्या मी सांगितलेलंच आहे की मुख्यमंत्रीपदी माझी राहायची अजिबात इच्छा नाही. पण त्याच्यानंतर सुद्धा जेव्हा जेव्हा आपली भेटगाठ होईल ती मात्र जसा मी फिरत जाईन तशी प्रत्यक्ष होईल. तेव्हा मात्र तुम्ही हे दाखवत असलेलं प्रेम हे सदैव असंच कायम ठेवा. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതുവരെയും സസ്പെൻസ് തുടരുകയാണ്. നിലപാട് എന്താണെന്നത് കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു സൂചനയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വിമത എംഎൽഎമാർ അവർക്ക് കൃത്യമായി തന്നെ എൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാമായിരുന്നു. എന്തിനായിരുന്നു ഇങ്ങനെ എംഎൽഎമാരെയും കൊണ്ട് സൂറത്തിലേക്ക് പോയതെന്ന് ഏകനാഥ് ഷിൻഡെയോട് ചോദിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യം, അന്നത്തെ സാഹചര്യം അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട്. ശരത് പവാറാണ് തന്നോട് മുഖ്യമന്ത്രിയാവാൻ പറഞ്ഞത്. സോണിയാഗാന്ധി തനിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് മുഖ്യമന്ത്രിയാവുന്നത്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ താൻ തയ്യാറാവുന്നത്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ആശയത്തിലെ പ്രശ്നം എന്താണ് ഇന്ന് ചിലർക്ക് തോന്നിയതെന്ന് വിമതരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ചോദിക്കുന്നു. വീണ്ടും സസ്പെൻസ് തുടരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വീണ്ടും സസ്പെൻസ് തുടരുകയാണ്. രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി പറയണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. എങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാത്രമല്ല, ശിവസേന നേതൃസ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ തയ്യാറാണ്. എന്താണ് ഈ വാക്കുകളിലൂടെ ഉദ്ധവ് താക്കറെ ഉദ്ദേശിക്കുന്നതെന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ഉദ്ധവിൻ്റെ അടുത്ത് നീക്കമെന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൂചന പോലും നൽകാതെയാണ് വിമതർ സൂറത്തിലേക്ക് പറഞ്ഞത്. ഏകനാഥ് ഷിൻഡെ ആ കാര്യം കൃത്യമായി തന്നെ തന്നോട് പറയണമായിരുന്നു. സൂറത്തിലേക്ക് പോയ നിലപാടും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. എനിക്കൊന്നും ഫേസ്ബുക്ക് ലൈവ് അവിടെ കട്ടായിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്ധവ് വീണ്ടും ആ സാങ്കേതിക തകരാറ് അവിടുന്ന് ശരിയാക്കി വീണ്ടും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, വീണ്ടും
വിമതരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു ഉദ്ധവ് താക്കറെ. നേരിട്ട് വരണം, ചർച്ച ചെയ്യാം, കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. ശിവസൈനികൻ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാം, താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ ഈ നിമിഷം ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നേരിട്ട് വരണം, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം, ഈ വിഷയത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കൃത്യമായി തന്നെ പറയാനും വിമതരോട് ആവശ്യപ്പെടുന്നു. वाटेला पहिल्या 2-3 महिन्यातच कोविड आला. मला जे काही करायचं ते मी प्रामाणिकपणाने त्याही वेळेला केलं. कोविड पासून सावध कसं राहायचं, काय काय करायचं हे मी तुम्हाला का सांगतोय, कारण त्या दरम्यानच्या काळात जे काही सर्वे होत होते കോവിഡ് ബാധിതനാണ് എന്ന് പറഞ്ഞാണ് ഉദ്ധവ് താക്കറെ ഫേസ്ബുക്ക് ലൈവ് ആരംഭിച്ചത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ വഴി നേരിട്ട് ജനങ്ങളിലേക്ക് വന്ന് കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് ലൈവ് എന്ന ആമുഖത്തോടു കൂടിയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ താൻ എങ്ങനെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി, അന്നത്തെ സാഹചര്യം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം ആണ് തന്നെ ഈ പദവിയിലെത്തിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. വിൽ സ്ട്രഗിൾ, യെസ് വിൽ സ്ട്രഗിൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്വീറ്റ് ഇപ്പോൾ സഞ്ജയ് റാവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. രാജിവെക്കാൻ തയ്യാറാണ്. ഗവർണറുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവും ഗവർണറും കോവിഡ് ബാധിതനായി ചികിത്സയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഫോണിലാണ് സംസാരിച്ചത്. രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ തോറ്റാലും ഇനി വീണ്ടും വരും, സർക്കാർ രൂപീകരിക്കും എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അതിനിടെയാണ് സഞ്ജയ് റാവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യെസ് വിൽ സ്ട്രഗിൾ എന്നൊരൊറ്റ വരി മാത്രമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പോരാടും പോരാടും എന്ന് പറയുന്നു. ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സസ്പെൻസ് തുടരുകയാണ്. അദ്ദേഹം എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം വളരെ വ്യക്തമാണ്. ബാൽ താക്കറെ മുന്നോട്ട് വെച്ച ശക്തമായ ഒരു ആദർശം, അത് ഹിന്ദുത്വ കൃത്യമായി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ബാൽ താക്കറെ, ആ ബാൽ താക്കറെ തുടക്കമിട്ട ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, പ്രത്യേകിച്ച് ഇവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തന്നെയാണ് ശിവസേന നേരിടുന്നതിൽ ഒരു സംശയമില്ല. അതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ചോദ്യം ഉയർന്നത്. ഇത്രമേൽ വലിയ ഒരു പ്രതിരോധത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ഉദ്ധവ് താക്കറെ പോകാനും കാരണം അത് തന്നെയല്ലേ? എന്താണ് സസ്പെൻസ്, എന്താണ് അടുത്ത നീക്കം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിഷ്ണു, ശിവസേന വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വികാരഭരിതമായി തന്നെയാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ശ്യാമ സൂചിപ്പിച്ചതുപോലെ ശിവസേന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഹിന്ദുത്വ നിലപാട് തന്നെയാണ്, ബാൽ താക്കറെ മുൻപോട്ട് വെച്ച ഹിന്ദുത്വ നിലപാട് തന്നെയാണ് ശിവസേനയുടെ അടിത്തറ എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ സംസാരിച്ചു തുടങ്ങിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഈ നിമിഷം വരെ, ഈ സമയം വരെ ഉദ്ധവ് താക്കറെ പറയുന്നു. കോൺഫിഡൻസ് മോഷൻ നേരിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ രാജി, അല്ലെങ്കിൽ മറ്റു ചില നീക്കങ്ങൾ. ഇപ്പോൾ ആദിത്യനെ അവസാനവട്ടം രംഗത്തിറങ്ങിയിരിക്കുമല്ലേ, അത് ഏതെങ്കിലും തരത്തിൽ വിജയം കാണുന്നു, അല്ലെങ്കിൽ എന്താണ്? ഇപ്പോഴും സസ്പെൻസ് തുടരുകയല്ലേ? തീർച്ചയായും രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു പ്രഖ്യാപനം ഉദ്ധവ് താക്കറെ നടത്തിയിട്ടില്ല. അതിനനുസൃതമായി ഈ FB ലൈവ് പോകുന്നതോടൊപ്പം തന്നെ വലിയ ചർച്ചകൾ ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ ഈ വിമത MLA-മാരുമായി നടത്തുന്നുണ്ട്. കൂടുതൽ അധികാര കേന്ദ്രങ്ങൾ ഏക്നാഥ് ഷിൻഡെക്കൊപ്പമുള്ള MLA-മാർ ഇവർക്ക് നൽകാമെന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വിമത MLA-മാർക്ക് മുൻപിൽ വെച്ചിട്ടുള്ള നിലപാട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഷിൻഡെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അധികാര കസേരകൾക്കപ്പുറത്തേക്ക് ശിവസേനയുടെ നിലപാടെന്ത്, ഈ തീവ്ര
ഹിന്ദുത്വ നിലപാട് മുൻപോട്ട് വെച്ചിരുന്ന ബാൽ താക്കറെയുടെ ആശയങ്ങൾ പണയം വെച്ചുകൊണ്ട് ഇനി മുൻപോട്ട് പോകാനില്ല എന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറിലധികമായി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തോട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇത്രയും വികാരധീനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് MLA-മാരെ ഈ ഒരു കാര്യത്തിൽ പോലും ഇത്തരം വളരെ വികാരപരമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ പ്രവർത്തകർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ നിലവിൽ പുറത്തുപോയിട്ടുള്ള വിമത MLA-മാരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ മുൻപോട്ട് പോകുന്നത്. ഒരിക്കലും താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ജിഷ്ണു ഫീൽ ചെയ്തത്. പക്ഷെ അപ്പോഴും ഐ ഫീൽ ബിട്രൈഡ് എന്നൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ. മാത്രമല്ല, ഒരാള് എനിക്കെതിരെ തിരിഞ്ഞാൽ പോലും എനിക്ക് വലിയ നാണക്കേടുണ്ടാക്കും, അതുകൊണ്ട് ഈ പോസ്റ്റിൽ തുടരാൻ ഞാൻ ഒരുക്കമല്ല എന്നും പറയുന്നു. പക്ഷെ ഇതൊരു മൊത്തത്തിലൊരു നാടകീയത ഫീൽ ചെയ്യുന്നു ജിഷ്ണു. തീർച്ചയായും വളരെ ഡ്രമാറ്റിക്കായി തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലാണ് ആ ഒരു FB ലൈവ് മുൻപോട്ട് പോകുന്നത്. തീർച്ചയായും രാജിവെക്കാൻ തയ്യാറാണ് എന്നും വിമത MLA-മാർ മുൻപേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതിന് തയ്യാറാണ്. ഇപ്പോൾ തന്നെ രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗവർണറോട് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എല്ലാം ഉദ്ധവ് താക്കറെ അറിയിക്കുമ്പോഴും താൻ രാജിവെക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ഉദ്ധവ് താക്കറെ ഈ നിമിഷം വരെ കടന്നിട്ടില്ല. ഇത്തരത്തിലൊരു മാനസിക സംഘർഷത്തിലേക്ക് പ്രവർത്തകർക്കിടയിലും വിമത MLA-മാർക്കിടയിലും ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുക എന്നതുകൂടി ഇത്തരത്തിലൊരു വലിയ വികാരഭരിതമായ ചില വാക്കുകൾ കൊണ്ടുള്ള ഉദ്ധവ് താക്കറെയുടെ ഈ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഈ ഒരു ഇടപെടൽ, ആശയവിനിമയം, അതിന് സഹായിക്കാനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ സംസാരം നടക്കവേ തന്നെ ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള വിമത MLA-മാരുമായി ആദിത്യ താക്കറെ സംസാരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്, അവരെ അനുനയിപ്പിച്ചുകൊണ്ട് തിരികെ എത്തിക്കാൻ. അത് മാത്രമാണ് ഉദ്ധവ് താക്കറേക്ക് നിലനിൽക്കാനുള്ള ഏക പോംവഴി. മറ്റൊരു രാഷ്ട്രീയ സമവാക്യവും അധികാരം നിലനിർത്താൻ ഉദ്ധവ് താക്കറേക്ക് മുൻപിലില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഏക്നാഥ് ഷിൻഡെക്കൊപ്പമുള്ള MLA-മാർ ഇവരെ തിരിച്ചെത്തിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും സർക്കാരിനെ നിലനിർത്താൻ ഉദ്ധവ് താക്കറേക്ക് മുൻപിലില്ല. അതുകൊണ്ട് അവസാന ഘട്ടത്തിലും ഈ വിമത MLA-മാരെ ഏതെങ്കിലും തരത്തിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പരിധിവരെ, ഈ സമയം വരെ റിബൽ ക്യാമ്പുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വിമത MLA-മാരുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് അധികാര കസേരകളല്ല പ്രശ്നം. അതിനപ്പുറത്തേക്ക് ശിവസേന മുൻപോട്ട് വെച്ച ആശയം പണയപ്പെടുത്തിക്കൊണ്ട് സംഘടന മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് അത്തരം ഒരു പോക്കിന് ഇനി കൂടെ നിൽക്കാനാകില്ല, കോൺഗ്രസിനും NCPക്കും ഒപ്പം നിൽക്കാനാകില്ല എന്നുള്ളതാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനുനയ നീക്കങ്ങൾ ഏത് ഘട്ടം വരെ എത്തും, ഉദ്ധവ് താക്കറെ അവസാന ഘട്ടത്തിൽ, അതുവരെ സസ്പെൻസ് ഒളിപ്പിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക്, രാജ്യപ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ സഞ്ജയ് റാവുത്തിന്റെ ട്വീറ്റ് ഇനിയും മുൻപോട്ട് പോരാടും എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വരും മണിക്കൂറുകളിലും ഒരു വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് ശിവസേന സർക്കാർ, അല്ലെങ്കിൽ ശിവസേന കോൺഗ്രസ് NCP സർക്കാരിനെ താങ്ങി നിർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കരുനീക്കങ്ങൾ ശിവസേന നടത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വീണ്ടും ഒരു വലിയ തിരിച്ചടിയുണ്ട് ജിഷ്ണു, അതും ഈ ഘട്ടത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദ്രൗപദി മുർമുവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ BJD രംഗത്ത് വരികയാണ്. അത് കൃത്യമായി തന്നെ പ്രതിപക്ഷ ക്യാമ്പിന് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഇനി ആ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട. പക്ഷേ ഈ വീണ്ടും മഹാരാഷ്ട്രയ്ക്ക് വരുമ്പോൾ വീണ്ടും തലവേദന ഇനി അവിടെയാണ് കൂടുന്നത്. ഇപ്പോൾ ഈ സഞ്ജയ് റൗത്തിൻ്റെ ഈ ഒരു വിൽ സ്ട്രഗിൾ എന്ന കാര്യം, അത് അധികാരത്തിൽ നിന്ന് മാറി നിന്ന് പോരാടും എന്നാണോ, അതോ അധികാരത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ പോരാടാൻ തയ്യാറാണ്? എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ശിവസേന പ്രവർത്തകർക്കിടയിൽ തന്നെ പ്രവർത്തകർ തന്നെ വലിയ രീതിയിൽ രോക്ഷം നൽകുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നേതാവാണ് സത്യം പറഞ്ഞാൽ സഞ്ജയ് റാവുത്ത് എന്നുള്ളത്. ശിവസേനയുടെ എല്ലാ തരത്തിലുമുള്ള പ്രതികരണങ്ങൾ, ശിവസേനയുടെ നാവായി പല രീതിയിലും ദേശീയ തലത്തിലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രവർത്തകർ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സഞ്ജയ് റാവുത്ത്. അതുകൊണ്ട് സഞ്ജയ് റാവുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുക അസാധ്യമായിരിക്കും. കാരണം രാവിലെ സഞ്ജയ് റാവുത്ത് പറഞ്ഞത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത് സർക്കാരിന്റെ തകർച്ചയിലാക്കിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ട്വീറ്റ് ചെയ്തത് ഞങ്ങൾ വീണ്ടും പോരാടും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സഞ്ജയ് റാവുത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഊഹിച്ചെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാവും. സഞ്ജയ് റാവുത്തിന്റെ വീടിന് മുൻപിൽ പോലും ശിവസേന നേതാക്കൾ, അല്ലെങ്കിൽ ശിവസേന പ്രവർത്തകർ സഞ്ജയ് റാവുത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് അടിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അഹങ്കാരം 3-4 ദിവസത്തേക്ക് മാത്രമാണ് നിലനിൽക്കുക, എന്നാൽ ഞങ്ങളുടെ ആശയം കാലങ്ങളോളം നിലനിൽക്കും. അതായത് ഹിന്ദുത്വ ആശയത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട്
അധികാരത്തിന്റെ കസേരകളിലേക്ക് പോയ സഞ്ജയ് റൌത്തിനും നിലവിലെ നേതൃത്വത്തിനുമെതിരെ വലിയ അതൃപ്തി ശിവസൈനികരിൽ നിന്ന്, ശിവസേന പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ഏതായാലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു രാഷ്ട്രീയ സമവാക്യവും ഉദ്ധവ് താക്കറെക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ രാജിവെച്ച് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ നിലവിൽ വിമതരായി നിൽക്കുന്ന, ഇടഞ്ഞു നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള, അല്ലെങ്കിൽ ഏക്നാഥ് ഷിൻഡെക്കൊപ്പമുള്ള ഏകദേശം 20-ലധികം MLA-മാരെയെങ്കിലും തിരികെ എത്തിക്കുക. അത്തരത്തിലൊരു നടപടിയിലേക്ക്, അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് ശിവസേനയ്ക്ക് കടന്നാൽ മാത്രമേ ഉദ്ധവ് താക്കറെ സർക്കാർ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. കാരണം ശിവസേന, കോൺഗ്രസ്, NCP MLA-മാർക്ക് അപ്പുറത്തേക്ക് വളരെ കുറച്ച് സ്വതന്ത്ര MLA-മാരും ബാക്കി ഏറ്റവും രസകരമായ കാര്യം ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പവർ എന്നൊരു പ്രധാനപ്പെട്ട ഒരു പദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് BJP-ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് കേവല ഭൂരിപക്ഷവും കടന്നുള്ള കുതിപ്പുണ്ടാകുന്നു, അവിടെ നിന്ന് 2.5 വർഷം പദവി കൈമാറാനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു, അതിന് തയ്യാറാവാത്ത BJP-ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ സഖ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ജനം വേണ്ടെന്ന് വെച്ച ശിവസേന, അതായത് ജനം വേണ്ടെന്ന് വെച്ച തിരസ്കരിച്ച കോൺഗ്രസിനെയും NCP-യെയും കൂടെ കൂട്ടി മുഖ്യമന്ത്രിയാകും. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നു, എനിക്ക് അധികാരത്തിൽ പിടിച്ചു തൂങ്ങാൻ താല്പര്യമില്ല, കടിച്ചു തൂങ്ങാൻ താല്പര്യമില്ല, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നു. എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷമ, തീർച്ചയായും ഈ അധികാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് തുടങ്ങിയത് മുതൽ തന്നെ ഉദ്ധവ് താക്കറെ മുൻപോട്ട് വെക്കുന്നത് എനിക്ക് ഈ അധികാര കസേരയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അപ്പോഴത്തെ സാഹചര്യവും അതോടൊപ്പം ശരത് പവാറും സോണിയയും ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശവുമാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അധികാര കസേര അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര മാത്രം മുൻപിൽ കണ്ടുകൊണ്ടാണ് സ്വന്തം പാർട്ടിയുടെ ആശയം പോലും ബലികഴിപ്പിച്ചുകൊണ്ട് ശിവസേന അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ ശിവസേനയെ കോൺഗ്രസ് NCP തട്ടകത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം അധികാരമല്ല മോഹമെങ്കിൽ അന്ന് BJP-ക്കും ശിവസേനയ്ക്കുമായിരുന്നു ജനവിധി രേഖപ്പെടുത്തിയിരുന്നത്. മഹാരാഷ്ട്രയിൽ തുടർന്ന് ഭരണം നടത്താൻ BJP ശിവസേന സഖ്യത്തിന് ജനങ്ങൾ നൽകിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ല എന്നൊരൊറ്റ ഘട്ടം കൊണ്ട്, ആ ഒരു പവർ കയ്യിലേക്ക് എത്തില്ല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഈ ശിവസേന എന്ന പാർട്ടിയെ തീവ്ര ഹിന്ദുത്വ നിലപാട് വെച്ചിരുന്ന, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ശിവസേനയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം നേടിക്കൊടുത്തത് ബാൽ താക്കറെ മുൻപോട്ട് വെച്ചിരുന്ന ദേശീയ നിലപാടുകൾ മാത്രമായിരുന്നു. ആ നിലപാട് ബലികഴിച്ചുകൊണ്ട് കോൺഗ്രസിനും NCP-ക്കുമൊപ്പം ശിവസേനയെ കൊണ്ടുപോയി കെട്ടിയത് അധികാര കസേര ഒന്നു മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് FB ലൈവ് തുടങ്ങിയത് മുതൽ ഉദ്ധവ് താക്കറെ വളരെ വികാരാതീതനായി പറയുന്ന വാക്കുകൾക്ക് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതൊരു വസ്തുതയെ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അക്കാര്യങ്ങൾ കണക്കിലെടുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ 12 തവണയാണ് പറഞ്ഞത് ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറയും. അതായത് വളരെ വൈകാരികമായ ഒരു ടച്ച്, വളരെ ഇമോഷണൽ ആയിട്ടൊരു ടച്ച് ഈ ഒരു സ്പീച്ചിലുടനീളം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ലൈവിലുടനീളം കാണാൻ സാധിച്ചു. ഈ ഒട്ടും ഒരു പ്രിപ്പേർഡ് അല്ലാത്ത ഒരു സ്പീച്ച് പോലെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കോവിഡ് ബാധിതനായി വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഓക്കെ, ഫൈൻ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോഴും ചോദ്യം ഇതാണ്, ഈ അണികളെ ശിവസൈനികർ കൈവിട്ടു പോകുന്നു. കാരണം ഹിന്ദുത്വത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് കൂട്ടുകൂടാൻ പറ്റാത്തവരെ, ബാൽ താക്കറെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും അങ്ങനെ ചിന്ത പോലുമില്ല NCP-യും കോൺഗ്രസുമായുള്ളൊരു സഖ്യം. പക്ഷെ അതേ ബാൽ താക്കറയുടെ മകൻ അധികാരത്തിന് വേണ്ടി അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അപ്പം സാധാരണക്കാരായ ശിവസേന അണികളെ അത് വലിയ രീതിയിൽ ബാധിച്ചേക്കാം. അപ്പോൾ അവരെ വീണ്ടും ഉണർത്താം, അല്ലെങ്കിൽ അവരുടെ ഒരു വൈകാരിക തലം ഒന്ന് ഉണർത്താൻ വേണ്ടിയുള്ളൊരു നീക്കമാണോ എന്നും കൂടി സംശയിക്കേണ്ടി വരും. ക്ഷമ, തീർച്ചയായും ഈ FB ലൈവ് തുടങ്ങിയത് മുതൽ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. വളരെ വികാരഭരിതനായിക്കൊണ്ട് ഉദ്ധവ് താക്കറെ സംസാരിക്കുന്നത്, ഈ കാലടിയിലെ മണ്ണൊലിച്ചു പോയത് ഉദ്ധവ് താക്കറെ അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ദേശീയ തലത്തിലൊരു വലിയ പ്രതിപക്ഷ ഏകോപനത്തിന് ശ്രമിക്കുന്നതിനിടെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അണികൾക്കിടയിലും ശിവസേനയിലെ നേതാക്കൾക്കിടയിലും വലിയ അതൃപ്തി ഉണ്ടാകുന്നതും അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്നുള്ളത് അറിയാനോ
മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഉദ്ധവ് താക്കറെക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ സ്വന്തം അണികളും നേതാക്കളും ഇതുവരെ ജയ് വിളിച്ചിരുന്ന പ്രവർത്തകരും കൂടെ നിന്നിരുന്ന MLA-മാരുൾപ്പെടെ ശിവസേനയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അകന്നു പോകുമ്പോൾ ഇത്തരത്തിൽ അവരെ മാനസിക സംഘർഷത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു FB ലൈവിന്റെ ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ നിരവധി തവണ ഉദ്ധവ് താക്കറെ എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ 2.5 വർഷത്തോളമായി ഈ കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേർന്നുകൊണ്ട് സഖ്യ സർക്കാർ രൂപീകരിച്ചത് മുതൽ ഹിന്ദുത്വ നിലപാടുകൾ എടുത്തു മാറ്റിവെച്ചിരുന്ന ഈ ഉദ്ധവ് താക്കറെ ഇന്ന് FB ലൈവ് തുടങ്ങിയത് മുതൽ തന്നെ ഹിന്ദുത്വ ആശയത്തെക്കുറിച്ചും സേനയും ഹിന്ദുത്വവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് തുടങ്ങി ഹിന്ദുത്വം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന MLA-മാരെ മാനസിക സംഘർഷത്തിലാക്കുക എന്ന ഉദ്ദേശം വളരെ ഏതാണ്ട് 2 വർഷക്കാലത്തോളം ഈ ഹിന്ദുത്വ വാക്കുകളൊന്നും ഉദ്ധവ് താക്കറെ പറയാനിടയില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അതിക്രൂരമായി സ്വാമിമാർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഏത് രീതിയിലാണ് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ എന്നത് കൃത്യമായി തന്നെ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വഴി തുറന്നതാണ്. തീർച്ചയായും ഈ കോൺഗ്രസ് NCP സഖ്യവുമായി അധികാരത്തിലേറിയത് മുതൽ അതുവരെ ഉണ്ടായിരുന്ന 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന ശിവസേനയുടെ പ്രവർത്തനങ്ങളിൽ നിലപാടുകളിലെല്ലാം തന്നെ മാറിക്കൊണ്ടായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രവർത്തനം എന്നത് നമുക്ക് നമ്മുടെ മുൻപിലുള്ളതാണ്. കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേർന്നുകൊണ്ടൊരു മതേതര മുഖം വ്യാജ മതേതര മുഖം സൃഷ്ടിക്കാൻ പോലും ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമുണ്ടായി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ മാത്രം നിൽക്കുന്ന ശിവസേന എന്ന പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശിവസേന ശ്രദ്ധിക്കപ്പെട്ടത് ബാൽ താക്കറെ മുൻപോട്ട് വെച്ചിരുന്ന തീവ്ര ഹിന്ദുത്വ നിലപാട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ വലിയ സ്വീകാര്യത ശിവസേനയ്ക്ക് ലഭിക്കുകയും പിന്നീട് BJPക്കൊപ്പം നിന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേന വളരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഭരണത്തിൽ ഒപ്പം പങ്കാളികളാവുന്നു. അതിനുശേഷം 19 നടന്ന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മുൻപോട്ട് ഭരണ തുടർച്ച നൽകിയത് BJPക്കും ശിവസേനയ്ക്കും തന്നെയായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാര കസേര മുഖ്യമന്ത്രി കസേര എന്ന കാര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ശിവസേനയെ കോൺഗ്രസിനും NCPക്കും ഒപ്പം കൂട്ടിച്ചേർക്കാൻ ഉദ്ധവ് താക്കറെ തീരുമാനിച്ചത്. ഒരു പക്ഷേ അവിടെ മുതലാകാം ഈ പാർട്ടിയുടെയും ഉദ്ധവ് താക്കറെയുടെയും തകർച്ച ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ FB ലൈവ് മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും എന്താണ് ഇപ്പം നിലവിൽ തൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ട്, തൻ്റെ സർക്കാരിന് എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് തനിക്ക് പിന്തുണയുണ്ട്, ഈ സർക്കാരിൻ്റെ ഭാവി എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇപ്പോൾ സഖ്യകക്ഷികളുണ്ടല്ലോ കോൺഗ്രസും NCPയും ഒക്കെ, അവരുടെ ഒരു നിലപാട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇങ്ങനെ ഒരു തരത്തിലൊരു സൂചനയുമില്ല. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നൊരു 12 തവണ പറഞ്ഞു. ചില സാങ്കേതിക തകരാറ് മൂലം ലൈവ് ടെലികാസ്റ്റിംഗ് പെട്ടെന്ന് ഇല്ലാതാകുന്നു. തീർച്ചയായും FB ലൈവിൽ ഒരിക്കൽ പോലും മുൻപോട്ടുള്ള സർക്കാരിന്റെ നീക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിനുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രവർത്തകരെ ശിവസേന നേതാക്കളെ MLA-മാരെ ഒരു മാനസിക സംഘർഷത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുവരെ നടത്തിയിട്ടുള്ള ഈ ഒരു സമയത്ത് ഉദ്ധവ് താക്കറെയുടെ വാക്കുകളെ ചൂണ്ടിക്കാണിക്കാവുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിൽ സർക്കാർ മുൻപോട്ട് പോകുന്നത് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണെന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. അത്തരത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് 5 മണിക്ക് ഈ ഒരു FB ലൈവിന് മുൻപേ ഉദ്ധവ് താക്കറെ ശിവസേന MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ MLA-മാർക്കും ശിവസേനയുടെ ചീഫ് വിപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള വിമത നേതാക്കൾ ഈ നോട്ടീസിനെ തള്ളുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഭൂരിപക്ഷ MLA-മാരും തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അത്തരത്തിലൊരു നോട്ടീസ് ഇറക്കാനോ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടാനോ ശിവസേന നേതൃത്വത്തിന് നിലവിൽ സാധിക്കില്ല എന്നും അത് നിയമപരമായി ശരത് പവാർ എന്തായാലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. നവീൻ പട്നായിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ദ്രൗപദി മുർമുവിന്. അതുകൊണ്ട് ഇനി വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ദ്രൗപദി മുർമുവിന് രാജ്യത്തിൻ്റെ പ്രഥമ പൗരയാകാം. പക്ഷേ ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് ശരത് പവാർ കുറച്ചൊന്ന് ഫ്രീ ആകുന്നുണ്ട് ഇനി. അപ്പോൾ നേരെ ഇപ്പോൾ ഉദ്ധവിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഉദ്ധവ് താക്കറെയെ നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനം കോവിഡ് ആണ് എങ്കിൽ പോലും കാണാൻ ഇപ്പോൾ ശരത് പവാർ എത്തുന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ആ നിർണായകമായ കൂടിക്കാഴ്ച
അത് ഒരു പക്ഷേ അതായിരിക്കാം തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ്, ശരത് പവാറാണ് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചത് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാൽ താക്കറെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, അഭിമുഖം നടത്തുന്ന ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, എങ്ങാനും ഇനി NCPയുമായി ഒരു കൂട്ടുകെട്ടുണ്ടാകുമോ? ബാൽ താക്കറെ ഉപയോഗിച്ച പദം ഒരു TV ചാനലിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ദയവായി പ്രേക്ഷകർ ക്ഷമിക്കുക. അതൊരിക്കലും ഉണ്ടാവില്ല. ആ ഡാഷ് അവരുമായി ഒരു തരത്തിലും ഇനി കൂട്ടുകെട്ടുണ്ടാവില്ല എന്ന് തുറന്നടിച്ച ആളാണ് ബാൽ താക്കറെ. അദ്ദേഹത്തിൻ്റെ മകൻ ആ NCPയുടെ നേതാവ് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നു എന്നത് തന്നെ വളരെ തീർച്ചയായും ഒരു പക്ഷേ ഒരു കൗതുകം എന്നൊന്നും പറയാമില്ല. ഏത് വാക്ക് ഉപയോഗിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ, ശരത് പവാർ ഇപ്പോൾ പോകുന്നുണ്ട് ഉദ്ധവ് താക്കറെയെ കാണാൻ. യെസ്, ഒരു നിമിഷം. മുംബൈയിൽ നിന്ന് ദേവദാസ് കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ദേവദാസ്, മുംബൈയിലെ ചലനങ്ങൾ ഇപ്പോൾ ശരത് പവാർ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവദാസ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? അതെ, ശരത് പവാർ ഉദ്ധവ് താക്കറെയായി കണ്ടുമുട്ടുകയാണ്. പക്ഷെങ്കിൽ ഈ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യശാസനങ്ങളും എല്ലാം പാഴായിക്കൊണ്ട് ഈ സർക്കാർ ദയനീയമായി ഒരു നിലംപതിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകനാഥ് ഷിൻഡേക്കുള്ള പിന്തുണ കൂടി വരികയും അദ്ദേഹം കൂടുതൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നതോടെ ശിവസേനക്ക് എണ്ണങ്ങളുടെ എണ്ണത്തിലുള്ള കുറവുകളെല്ലാം നോക്കുമ്പോൾ ഈ നാടകത്തിന് ഏകദേശം ഒരു ദിവസത്തെ ആയുസേനി ബാക്കിയുണ്ടാവുകയുള്ളൂ. ദേവദാസ്, ഈ 20 തവണയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞത് രാജി 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 എന്ന്. ഇപ്പോഴും കൃത്യമായ സസ്പെൻസ് തുടരുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഷിൻഡയെ, ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, ഏത് ശിവസൈനികനും മുഖ്യമന്ത്രിയാവാം, ആർക്ക് വേണമെങ്കിലും ആകാം എന്നൊരു വാക്ക് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആദിത്യ താക്കറെ അവസാന നിമിഷം രംഗത്തിറക്കി ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആ രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കിന് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കങ്ങൾക്ക് ഇപ്പോൾ ഒരുക്കം കൂട്ടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല ശ്യാം, അതെന്താണെന്ന് വെച്ചാൽ ഒരു മനഃശാസ്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ രണ്ടു കൂട്ടരും നടത്തുന്നത്. ഇന്നലെ ഏകനാഥ് ഷിൻഡെ പറഞ്ഞു എന്റെ നേതാവ് ബാലാസാഹിബ് താക്കറെയാണെന്നും അതേപോലെ താനയിലെ ഒരു കാലത്തെ അതികായനായ ധർമ്മവീർ ആനന്ദ് ദിഗയുടെ അനുയായിയാണ് താനെന്നും ഹിന്ദുത്വമാണ് തന്റെ അന്തിമ അജണ്ടയെന്നും പറഞ്ഞ അതിന് ഉള്ള ഒരു തിരിച്ചടി, അതായത് ശിവസേന പ്രവർത്തകരുടെ ഒരു പിന്തുണ നേടിയെടുക്കുന്നതിനും ഒരു വൈകാരിക അനുകൂല തരംഗമുണ്ടാക്കുന്നതിനുമുള്ള ഒരു വൃഥാശ്രമം മാത്രമായി അതിനെ കാണാൻ പറ്റൂ. കാരണം എല്ലാം കൈവിട്ടു എന്ന് ഉദ്ധവ് താക്കറെക്ക് തുടങ്ങിയിരിക്കുന്നു. ഈ സഞ്ജയ് റാവുത്തിനെതിരെയുള്ള ജനരോഷം ഇന്നലെ സഞ്ജയ് റാവുത്തിന്റെ വീട്ടിന്റെ മുന്നിൽ പോലും പോസ്റ്റർ ഒട്ടിക്കുകയും ജനങ്ങൾ പ്രകോപിതരാകുകയും ചെയ്തൊരു സംഭവം ഇവിടെ മുംബൈയിലുണ്ടായി. അപ്പൊ അത്രത്തോളം ഈ സഞ്ജയ് റാവുത്തിന് എത്രത്തോളം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാത്രമേ ഉദ്ധവ് താക്കറെ നടപ്പാക്കുന്നുള്ളൂ. പിന്നെ അതിന് പുറത്ത് പാർട്ടിക്ക് പുറത്ത് ഒരു അപ്രമാദിത്വം ഈ ശരത് പവാറിനെ പോലെയുള്ള NCPക്കാർക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും നൽകിയതിൽ ഒരു എല്ലാ ശിവസേന പ്രവർത്തകരും ഈ മുംബൈയിൽ പ്രകോപിതരാണ്. അവരത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ പ്രവർത്തകരുടെയും ഉള്ളിൽ ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ഒരു സഹതാപമാണ് കാണുന്നത്. കാരണം ഏകനാഥ് ഷിൻഡെക്ക് വലിയ രീതിയിൽ പിന്തുണ കൂടുന്നു ഈ നിമിഷവും. തീർച്ചയായും. കാരണം വളരെ ചെറിയ ഒരു തൊഴിലാളിയിൽ നിന്ന് ഇത്ര വലിയ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത് സ്വയപ്രയത്നം കൊണ്ടും അതേപോലെ ആനന്ദ് ദിഗെ എന്ന അതികായന്റെ ഒരു അനുയായി എന്ന നിലയിലും അത് കൂടാതെ ഒരു ഹിന്ദുത്വ ഒരു വിചാരധാരയിലൂടെയുമാണ്. അത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നുള്ള മുക്തിക്കായാണ് ഈ വികാരപരമായ പ്രസ്താവനകൾ നടത്തി ഉദ്ധവ് താക്കറെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. 20 തവണ രാജി എന്ന് പറഞ്ഞിട്ടും വൈകാരിക പ്രസംഗം നടത്തിയിട്ടും അതൊന്നും അണികളിലേക്ക് എത്തുന്നില്ല എന്നും കൂടി ഈ നിമിഷം നമുക്ക് വിലയിരുത്തേണ്ടി വരും അല്ലെ? തീർച്ചയായും ഒന്നും അണികളിലേക്ക് എത്തുന്നില്ല. അണികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈ 2 ദിവസത്തിലടക്കം പ്രകോപനപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ശിവസേനയുടെ സ്വഭാവം വെച്ച് അവർ പണ്ടേ അക്രമത്തിലും അക്രമാസക്തമായ ജനക്കൂട്ടത്തെ ഉണ്ടാക്കുന്നതിലും വളരെ അധികം കഴിവുള്ളവരായിരുന്നു. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ 2 ദിവസം കാര്യമായി ഒന്നും ഉണ്ടായില്ല. ഇന്നലെ മാധവ് ശ്രീക്ക് മുന്നിൽ കുറച്ച് ആളുകൾ കൂട്ടം കൂടി എന്നതും അതേപോലെ ശിവസേന ഭവന്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ മുദ്രാവാക്യം മുഴക്കി എന്നതിലുപരി ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെയധികം നന്ദി ശ്രീ ദേവദാസ്. വീണ്ടും നമുക്ക് തിരിച്ചെത്തണം. വീണ്ടും ഒന്ന് ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ഇപ്പോൾ മഹാവികാസ് അഘാഡിയുടെ എമർജൻസി അടിയന്തര യോഗത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.
ക്ഷാമ അല്പസമയങ്ങൾക്ക് മുൻപും ശരത് പവാറിന്റെ വസതിയിൽ ഇത്തരത്തിൽ കോൺഗ്രസ്, ശിവസേന, NCP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം കൂടിക്കാഴ്ചകളിലൊന്നും ഒരു പ്രത്യേക തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു അവസാനഘട്ട കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശരത് പവാർ ഉദ്ധവ് താക്കറെയുടെ വസതിയിലേക്ക് എത്തുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രതിസന്ധിക്ക് ഏറ്റവും അവസാന പോംവഴി എന്നുള്ളത് ഏക്നാഥ് ഷിൻഡെയും ഷിൻഡെക്കൊപ്പമുള്ള MLA-മാരെയും തിരിച്ചെത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനായുള്ള നിരവധി ചർച്ചകൾ കോൺഗ്രസും ശിവസേനയും NCP-യും ചേർന്നുകൊണ്ട് മുംബൈയിൽ വിവിധയിടങ്ങളിൽ ശരത് പവാറിന്റെ വസതിയിലും അതോടൊപ്പം തന്നെ ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ അല്പസമയങ്ങൾക്ക് മുൻപും എല്ലാം നടന്നിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അനുനയ ചർച്ചകൾക്ക് പോസിറ്റീവായി പ്രതികരിക്കാൻ പോലും ഏക്നാഥ് ഷിൻഡെ ഈ സമയം വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനം ഈ ഒരു സമയം വരെ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് ഉദ്ധവ് താക്കറെ അറിയിച്ചത്. താൻ രാജിവെക്കുന്നു എന്നൊരു കാര്യത്തിലേക്ക് ഉദ്ധവ് താക്കറെ കടന്നിട്ടില്ല. ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധി, രാഷ്ട്രീയ അനിശ്ചിതത്വം മഹാരാഷ്ട്രയിൽ തുടരുന്ന ഒരു ഗുവാഹത്തിയിലെ ഹോട്ടലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് ഏകനാഥ് ഷിൻഡെ അറിയിക്കുന്നു. മാത്രമല്ല ഓരോ സമയം കഴിയുമ്പോൾ ഷിൻഡെക്ക് പിന്തുണ കൂടുകയാണ്. ഇപ്പൊ MP-മാർ പരസ്യമായി മുഖ്യമന്ത്രി കത്തയക്കുന്നു, ഷിൻഡെയെ വെറുക്കരുത്, അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവരുത്, ഹിന്ദുത്വം തന്നെയാണ് നമ്മുടെ അടിസ്ഥാന തത്വം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് പറഞ്ഞ MP-മാർ, ശിവസേന MP-മാർ രംഗത്ത് വരുന്ന സാഹചര്യം. ഇനി എന്താണ് വിമതൻ ക്യാമ്പിന്റെ അടുത്ത നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ 7 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? ക്ഷാമ ഇതിനോടകം തന്നെ ഷിൻഡെ നിരവധി BJP നേതാക്കളുമായി, ഗുജറാത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന അധ്യക്ഷൻ, ഇവരുമായി എല്ലാം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ കൂടി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നലെ ഈ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് മുതൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ മുംബൈ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഫഡ്നാവിസും നടത്തിയിട്ടുണ്ട്. ആ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ഷിൻഡെ നീളുമോ, അല്ലെങ്കിൽ ഷിൻഡെയുടെ നിലപാടുകൾ മാത്രമായിരിക്കുമോ വ്യക്തമാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ വലിയ പിന്തുണ ശിവസേനയ്ക്കുള്ളിൽ നിന്നും ശിവസേന നേതാക്കൾക്കിടയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻകാലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയിലും വിമത നീക്കം നടത്തിക്കൊണ്ട് പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയാൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നെല്ലാം വലിയ രീതിയിലുള്ള വിമർശ സ്വരം ഉയർത്തിയവർക്ക് നേരെയാണ് ഉണ്ടാകാറ്. എന്നാൽ ഇവിടെ വളരെ തികച്ചു വിപരീതമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏക്നാഥ് ഷിൻഡെക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പിന്തുണ, ശിവസേനയ്ക്കുള്ളിലെ പിന്തുണ ലഭിക്കുന്നു. നേരത്തെ ദേവദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശിവസേന എപ്പോഴും വളരെ വൈകാരികമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഇത്തരത്തിൽ വിമത നീക്കം നടത്തുന്നവർക്കെതിരെ വളരെ വൈകാരികമായ പ്രകടനങ്ങൾ മുംബൈ നഗരത്തിൽ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. അത്തരത്തിലൊരു നീക്കങ്ങളും ഉണ്ടാകാതെ ഏക്നാഥ് ഷിൻഡെക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നത് നമ്മൾ ഉറപ്പിക്കേണ്ടത് ശിവസേന ഒരു പിളർപ്പിലേക്ക് പോകുന്നു. നിലവിലെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഘട്ടത്തിലേക്ക്, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ശിവസേന കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം വരെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ ഏക്നാഥ് ഷിൻഡെയുടെ തീരുമാനം അല്ലെങ്കിൽ നിലപാട് അതെന്ത് തന്നെയായാലും വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ, ഷിൻഡെയുടെ പ്രതികരണങ്ങൾ വെച്ച് ഈ ഹിന്ദുത്വ നിലപാടിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസും NCP-യും അടങ്ങിയ ഒരു സഖ്യത്തിലേക്ക് ഷിൻഡെയും ഷിൻഡെയുടെ കൂടെയുള്ളവരും തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്യാം, യെസ്, മുംബൈയിൽ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ NCP നേതാവ് ശരത് പവാർ, മകളും MP-യുമായ സുപ്രിയ സുലെ, ജിതേന്ദ്ര എന്നീ നേതാക്കൾക്കൊപ്പം ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വസതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കോവിഡാണ് എങ്കിലും അവസാനവട്ട അനുനയ ചർച്ചകൾ, അടുത്ത തീരുമാനങ്ങൾ എന്നിവ കൃത്യമായി തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. കോൺഗ്രസ് ക്യാമ്പ് വലിയ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ MLA-മാരൊക്കെ ഡൽഹിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുലിൻ്റെ ED ചോദ്യം ചെയ്തതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറല്ല എന്ന സൂചനകളും ശിവസേനയുടെ ഭാഗത്തു നിന്ന് വരുന്നു. സഞ്ജയ് റൌത്ത് പറയുന്നു വിൽ സ്ട്രഗിൾ, പോരാടും എന്ന വാക്ക് വരുന്നു. അത് അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടാണോ പോരാട്ടം, അതോ അധികാരത്തിൽ നിന്ന് മാറി നിന്നുള്ള പോരാട്ടമാണോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.